വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബി എഡ് കാലഘട്ടത്തിൽ ഒരു പക്ഷെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഏരിയ ആയിരുന്നു മൈക്രോ ടീച്ചിങ്. എന്നാൽ ചില ആളുകളൊന്നും തീരെ ഇഷ്ടപ്പെടാതിരുന്ന ഒരു ഭാഗം കൂടെയാണ് മൈക്രോ ടീച്ചിങ്. ഈ ടീച്ചിങ് മേഖലയിലോട്ടുള്ള നമ്മുടെ ഒരു പിച്ചവെക്കലായിരുന്നു മൈക്രോ ടീച്ചിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ബി എഡിനൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ടീച്ചിങ്ങിനെ പഠിക്കാൻ തുടങ്ങിയതും ടീച്ചിങ്ങിനെ നിരീക്ഷിക്കാൻ തുടങ്ങിയതും ടീച്ചിങ്ങിനെ ആസ്വദിക്കാൻ തുടങ്ങിയതൊക്കെ ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെയാണ്. ഇന്ന് നമ്മുടെ ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് മൈക്രോ ടീച്ചിങ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. അതിൻ്റെ തിയറികളെല്ലാം ഒരുപക്ഷെ ഇപ്പോഴും നമുക്ക് അറിയാമായിരിക്കും. എന്നാലും നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. നമുക്ക് ചർച്ച ചെയ്യാം. മൈക്രോ ടീച്ചിങ് ആദ്യമായി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. അമേരിക്കയിലുള്ള സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മൈക്രോ ടീച്ചിങ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് 1961. 1961 അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മൈക്രോ ടീച്ചിങ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഈ ടീച്ചിങ് സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡ്വൈറ്റ് ഡബ്ല്യു അലനാണ്. അലനാണ് മൈക്രോ ടീച്ചിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ അലനും അദ്ദേഹത്തിൻ്റെ കോ വർക്കേഴ്സും കൂടെയാണ് മൈക്രോ ടീച്ചിങ് 1961 അമേരിക്കയിലുള്ള സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കണ്ടെത്തുന്നത്. മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ബ്രോഡായിട്ടുള്ളൊരു ഏരിയ അല്ലേ. നമ്മളിപ്പോഴും ടീച്ചേഴ്സാണ്, എന്നാലും നമുക്കൊന്നും അറിയാത്ത അല്ലെങ്കിൽ നമ്മളൊന്നും ഇപ്പോഴും പഠിക്കാത്ത ഒരുപാട് സ്കില്ലുകളുള്ള ഒരു വലിയ ഒരു പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും പറയാറുണ്ട് ഞാൻ ടീച്ചറാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നും ആസ് എ ടീച്ചർ ഞാൻ നന്നായിട്ട് ക്ലാസ് എടുക്കാറുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാറുണ്ട്. പക്ഷേ ടീച്ചിങ് എന്ന് പറയുന്നത് കേവലം ഒരു സ്കില്ല് മാത്രമല്ല അല്ലേ, ഒരുപാട് സ്കില്ലുകൾ കൂടിയതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചർ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നന്നായിട്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്, ബ്ലാക്ക് ബോർഡ് യൂസിങ് വളരെ മോശമാണ്. ആസ് എ ടീച്ചിങ് എനിക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്. ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്, ബ്ലാക്ക് ബോർഡ് സ്കില്ലെന്ന് പറയുന്ന സ്കില്ല് വളരെ മോശമാണ്. അപ്പം ഈ എല്ലാ സ്കില്ലുകളും നന്നായിട്ട് അറിയുന്ന ആളാണ് ഒരു നല്ല ടീച്ചർ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് സിംപ്ലിഫൈയിങ് ദി കോംപ്ലക്സിറ്റി ഓഫ് റെഗുലർ ടീച്ചിങ്. ആ റെഗുലർ ടീച്ചിങ്ങിനെ നമ്മൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുകയാണ്. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നത്? ആ ടീച്ചിങ് എന്ന് പറയുന്ന ഹോൾ പ്രോസസ്സിനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നതിന് വിളിക്കുന്ന പേരാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. മൈക്രോ ടീച്ചിങ് ഈസ് എ സ്കെയിൽ ഡൗൺ ടീച്ചിങ് അല്ലേ. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള ഒരു ടേമാണ് സ്കെയിൽഡ് ഡൗൺ ടീച്ചിങ് ആണ് മൈക്രോ ടീച്ചിങ് അല്ലേ. എന്ന് വെച്ചാൽ ചെറിയ ഒരു ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ടീച്ച് ചെയ്യുന്നുള്ളൂ അല്ലേ. നോർമൽ കേസിൽ നമുക്കറിയാം നമ്മുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റാണ് അല്ലെങ്കിൽ 1 hour ആണ്. പക്ഷേ ഇവിടെ നമ്മൾ 5 മുതൽ 10 വരെയുള്ള മിനിറ്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഈ മൈക്രോ ടീച്ചിങ് എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് സ്കെയിൽഡ് ഡൗൺ ടീച്ചിങ് എന്ന് പറയാം. എ സ്മാൾ യൂണിറ്റ് ടു എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് 5 to 10 പീപ്പിൾസ് ആണ് അല്ലേ. ചെറിയ ഒരു പോർഷന് മാത്രമേ നമ്മൾ പഠിപ്പിക്കുള്ളൂ. അപ്പോൾ മാത്തമാറ്റിക്സിൽ നമ്മൾ ട്രയാങ്കിൾസിനെ കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ എല്ലാ ട്രയാങ്കിളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നുകിൽ നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതൊരു മൈക്രോ ടീച്ചിങ് ആണ്. അല്ലെങ്കിൽ ട്രയാങ്കിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതൊരു മൈക്രോ ടീച്ചിങ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ട്രയാങ്കിൾ ബോർഡിൽ വരച്ച് അങ്ങനെയുള്ള ബോർഡ് മാക്സിമം യൂസ് ചെയ്യുന്നു, അതൊരു മൈക്രോ ടീച്ചിങ് ആണ്. അപ്പോൾ ഒരു സ്മോൾ യൂണിറ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, മൈക്രോ ടീച്ചിങ്ങിൽ പഠിപ്പിക്കാറുള്ളൂ. അതും ഒരുപാട് സ്റ്റുഡൻ്റ് ഉണ്ടാവണമെന്നില്ല അല്ലേ. 5 മുതൽ 10 വരെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മൈക്രോ ടീച്ചിങ് എടുക്കാം. നമ്മൾ പലപ്പോഴും എടുത്തിട്ടുള്ളത് നമ്മുടെ ഓപ്ഷനിലുള്ള, നമ്മൾ പഠിപ്പിക്കുന്ന വിഷയം ഏതാണോ ആ ഓപ്ഷനിലുള്ള കുട്ടികളുടെ മുമ്പിലാണ് നമ്മുടെ മൈക്രോ ടീച്ചിങ് എടുത്തിട്ടുള്ളത്. ഓക്കെ.
ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്മോൾ പീരീഡ് ഓഫ് ടൈമാണ്. എന്ന് വെച്ചാൽ 5 മുതൽ 10 വരെയുള്ള സമയമാണ് മൈക്രോ ടീച്ചിങ്ങിന് നമ്മൾ കാണുന്ന സമയം, മൈക്രോ ടീച്ചിങ് നമ്മൾ എടുക്കാൻ ഉപയോഗിക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സ്കെയിൽ ഡൗൺ ടീച്ചിങ് ആണ്. സ്കെയിൽ ഡൗൺ ടീച്ചിങ് ആണ് മൈക്രോ ടീച്ചിങ്. 1961 അമേരിക്കയിലുള്ള സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോയ്റ്റ് ഡബ്ല്യു അലനാണ്, അദ്ദേഹത്തിൻ്റെ ടീമുമാണ് ഈ മൈക്രോ ടീച്ചിങ് എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സ്കെയിൽ ഡൗൺ ടീച്ചിങ് ആണ്. എന്ന് വെച്ചാൽ സിംപ്ലിഫൈങ് ദി കോംപ്ലക്സിറ്റി ഓഫ് റെഗുലർ ടീച്ചിങ്. ദെൻ നമ്മൾ ചെറിയ ഒരു യൂണിറ്റ് കുട്ടികളിൽ മാത്രമേ മൈക്രോ ടീച്ചിങ് എന്ത് ചെയ്യാറുള്ളൂ, കണ്ടക്ട് ചെയ്യാറുള്ളൂ. അത് 5 മുതൽ 10 വരെ എന്നാണ് അതിൻ്റെ ഏകദേശ കണക്ക്. അതുപോലെ കുറഞ്ഞ സമയം, ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, മൈക്രോ ടീച്ചിങ് എടുക്കാറുള്ളൂ. മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഗെറ്റ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ആണ്, അല്ലേ? നമുക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും, അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടും. നമ്മൾ 5 മിനിറ്റ് നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ 5 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടും എന്നുള്ളതാണ് ഈ മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്, ഞാൻ B.Ed ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ളൊരു അനുഭവമാണ്. ഞാൻ ക്ലാസ് എടുക്കുകയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എടുക്കുന്ന ടോപ്പിക്ക് സാമാന്തരികത്തിൻ്റെ പരപ്പളവാണ്. സാമാന്തരികത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ക്ലാസ് 5 മിനിറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചിരിക്കുന്നുണ്ട്. ടീച്ചർ ചിരിക്കുന്നുണ്ട്, എൻ്റെ കൂടെ ക്ലാസ്സിലുള്ള കുട്ടികൾ ഇരിക്കുന്നുണ്ട്. എനിക്ക് എന്താ കാര്യം എന്നൊന്നും മനസ്സിലാവണില്ല, എന്തിനാണ് ഇവർ ചിരിക്കുന്നതെന്ന്. അപ്പോൾ സാറ് പറഞ്ഞു, നീ എന്താ ബോർഡിൽ എഴുതി വെച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ സാമാന്തരികത്തിൻ്റെ പരപ്പളവ്. വീണ്ടും ചോദിച്ചു, എന്താ എഴുതിയത്? സാമാന്തരികത്തിൻ്റെ പരപ്പളവ്. അപ്പോഴൊക്കെ രംഗം എന്ന് പറയുന്നത് എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ താ എന്ന് എഴുതൽ 2 വട്ടം ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ തത്ത എന്നുള്ള താ എന്ന് എഴുതുമ്പോൾ ആ ഒരു താ കഴിഞ്ഞ് അതിൻ്റെ ഇടയിലൊരു കാലുണ്ടാവുമല്ലോ, അങ്ങനെയല്ലേ നമ്മൾ താ എന്ന് കൂട്ടി എഴുതുക. ആ ഇടയിലുള്ള കാലുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ തത്ത എന്ന് എഴുതുമ്പോൾ ജസ്റ്റ് 2 പൂജ്യം ഇട്ട് വെക്കും സെൻറ്ററിൽ. ആ സെൻറ്ററിലുള്ള കാലില്ല. അങ്ങനെയായിരുന്നു ഞാനിത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ തത്തയിലെ തായുടെ ഇടയിലൊരു കാലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് B.Ed പഠിക്കുന്ന സമയത്താണ്. അതാണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് ഗെറ്റ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കാണ്. നമ്മളൊരു സ്കില്ല് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പോലും മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മൈക്രോ ടീച്ചിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. മൈക്രോ ടീച്ചിങ്ങിൽ ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്, ഒരുപാട് സയൻറ്റിസ്റ്റ് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് ഈ DW അലൻ്റെ ഡെഫിനിഷൻ. മൈക്രോ ടീച്ചിങ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്കെയിൽ ഡൗൺ ടീച്ചിങ് എൻകൗണ്ടർ ഇൻ ക്ലാസ് സൈസ് ആൻഡ് ക്ലാസ് ടൈമാണ്. മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, സ്കെയിൽ ഡൗൺ ടീച്ചിങ് ആണ്. അതിൻ്റെ ക്ലാസ് സൈസും ക്ലാസ് ടൈമും എന്തായിരിക്കും, വളരെ ചുരുക്കമായിരിക്കും എന്നുള്ളതാണ്. ദെൻ 1976 പാസി MS ലളിത, BK പാസി MS ലളിത ഇവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, മൈക്രോ ടീച്ചിങ് ഈസ് എ ട്രെയിനിങ് ടെക്നിക് വിച്ച് റിക്വയർ ഓഫ് സ്റ്റുഡൻറ്റ് ടീച്ചർ ടു ടീച്ച് എ സിംഗിൾ കോൺസെപ്റ്റ് using specified teaching skill to a small number of peoples in a short duration of time. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെറിയൊരു ഗ്രൂപ്പിന് ചെറിയൊരു പോർഷൻ എന്തിനു വേണ്ടിയിട്ട്, ഒരു സ്പെസിഫിക് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ടീച്ചിങ്ങിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലേ. ഇതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ് ടു ഇനേബിൾ ടീച്ചർ ട്രെയിനീസ് ടു ലേൺ ആൻഡ് അസിമുലേറ്റ് ന്യൂ ടീച്ചിങ് സ്കിൽസ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ടീച്ചർ ട്രെയിനിക്ക്, അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ ടീച്ചിങ് പഠിക്കുന്ന ആൾക്ക് പുതിയ ഒരു സ്കില്ല് ലേൺ ചെയ്യാനുള്ള ഒരു അവസരമാണ്, അല്ലേ? ഒരു സ്കില്ല് എപ്പോഴാണ് നമ്മൾ ലേൺ ചെയ്യുക? നമുക്ക് ആ സ്കില്ലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. നമ്മൾ നമ്മളത് ലേൺ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, താ എന്ന് എഴുതാൻ ഞാൻ പഠിച്ചത് B.Ed പഠിക്കുന്ന സമയത്താണ്. എനിക്ക് താ എന്ന് എഴുതാൻ അറിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് B.Ed പഠിക്കുന്ന സമയത്താണ്. അങ്ങനെ ആ ഒരു സ്കില്ല് ഞാൻ അവിടെ എടുത്തുകൊണ്ടാണ് എനിക്കത് അറിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ ശേഷം ആണ് ഞാൻ അക്ഷരങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ഈ മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അസിമുലേറ്റ് ന്യൂ ടീച്ചിങ് സ്കിൽ, പുതിയ ടീച്ചിങ് സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ഇനേബിൾ ടീച്ചർ ട്രെയിനി ടു ഗെയിൻ കോൺഫിഡൻസ് ഇൻ ടീച്ചിങ് ആൻഡ് ടു മാസ്റ്റർ എ നമ്പർ ഓഫ് സ്കിൽസ് ബൈ ഡീലിംഗ് വിത്ത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക. ആദ്യം തന്നെ ക്ലാസ് എടുക്കാൻ 50 കുട്ടികളിരിക്കുന്ന ക്ലാസ് റൂമിലോട്ട് ഒരു ടീച്ചറെ കൊണ്ടിട്ടാൽ എങ്ങനെ ഉണ്ടായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടേ ആദ്യം തന്നെ കൊണ്ടുപോകുന്ന സ്കൂളിലോട്ടാണ്, അതും ഒരു ഗവൺമെൻറ് സ്കൂളാണെന്ന് സങ്കല്പിക്കുക. 50-60 കുട്ടികളുടെ ഇടയിലേക്ക് നമ്മളങ്ങോട്ട് അയച്ചു വിട്ടാൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന രംഗൊന്നും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, നമുക്ക് വല്ല കോൺഫിഡൻസ് ഉണ്ടോ? നമ്മൾ ജീവിതത്തിൽ ക്ലാസ് എടുത്തിട്ടുണ്ടോ? നമ്മൾ ജീവിതത്തിൽ ഒരു ഗ്രൂപ്പിനോട് സംസാരിച്ചിട്ടുണ്ടാവണം എന്നുണ്ടോ? ഇല്ല. അപ്പോൾ കുട്ടിക്കൊരു കോൺഫിഡൻറ്റ് കിട്ടാൻ ഈ മൈക്രോ ടീച്ചിങ് വളരെ യൂസ്ഫുള്ളാണ്. കാരണം മിക്കപ്പോഴും മൈക്രോ ടീച്ചിങ് നടത്തുന്നത് നമുക്ക് അറിയുന്ന ആളുകളുടെ മുൻപിൽ വെച്ചായിരിക്കും, അതും ചെറിയ രീതിയിലുള്ള കുറഞ്ഞൊരു എണ്ണം ആളുകളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കോൺഫിഡൻസോട് കൂടി നമുക്കൊന്ന് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇനി മൈക്രോ ടീച്ചിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് സ്കെയിൽ ഡൗൺ ടീച്ചിങ് ആണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് കോംപ്ലക്സ് ദാൻ റെഗുലർ ടീച്ചിങ്, അല്ലേ? റെഗുലർ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു വലിയ കോംപ്ലക്സ് ആണ്. നമ്മൾ പറഞ്ഞു ഒരുപാട് സ്കില്ലുകൾ കൂടിയതാണ് നമ്മുടെ റെഗുലർ ടീച്ചിങ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓരോ സ്കില്ലുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ലേൺ ചെയ്യുകയാണ്. ഇറ്റ് ഇൻവോൾവ്സ് ലെസർ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, യൂഷ്വലി 5 to 10. നമ്മൾ നേരത്തെ പറഞ്ഞു കുറഞ്ഞ എണ്ണം കുട്ടികൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ നമ്മുടെ ക്ലാസ്സിലിരിക്കുന്നുള്ളൂ. ഇറ്റ്സ് ഡ്യൂറേഷൻ ഈസ് ഷോർട്ട് എബൌട്ട് 5 to 10 minutes, അല്ലേ? 5 മുതൽ 10 മിനിറ്റ് വരെ. നമുക്ക് ആ 5 മിനിറ്റ് തന്നെ നമ്മൾ തികക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുക ചെയ്യുക. ബി എഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അല്ലേ? 5 മിനിറ്റ് ആയോ എന്നാണ് നമ്മളെപ്പോഴും നോക്കുക. പിന്നെ ലാസ്റ്റിലോട്ടാണ് നമുക്ക് സമയം തികയാതെ വരിക. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഹൈലി ഓൺ എഫക്റ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. ഈ നമ്മുടെ പറയുന്ന മൈക്രോ ടീച്ചിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കാണ്. നമുക്ക് പെട്ടെന്ന് പരിപാടി തീരും. 5 മിനിറ്റ് കൊണ്ട് നമ്മളെടുത്ത ക്ലാസ് എങ്ങനെയാണെന്ന് ഒരു പക്ഷേ നമ്മൾ ടീച്ചറും അതിൻ്റെ ഫീഡ്ബാക്ക് പറയും, അല്ലെങ്കിൽ നമ്മുടെ പിയേഴ്സ്, നമ്മുടെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ അവതരിപ്പിക്കും. അപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എനിക്ക് ഇങ്ങനെയൊക്കെ ഫാൾട്ട് ഉണ്ട്, അല്ലേ? ഒരുപാട് ചിലപ്പോൾ നമ്മൾ പുഞ്ചിരിക്കൂല, ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിരിക്കൂല, അല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗത്തോട്ട് മാത്രം നോക്കുക, അല്ലെങ്കിൽ ഒരു ഏരിയയിലോട്ട് മാത്രം നടക്കുക, വളഞ്ഞു നിൽക്കുക, തിരിഞ്ഞു നിൽക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ ടീച്ചിങ്. അപ്പോൾ ഇതൊക്കെ ആ ഫീഡ്ബാക്ക് കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ മാറ്റാൻ പറ്റുന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ടീച്ചർ ട്രെയിനിങ് ടെക്നിക്, അല്ലേ? മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പ്രൊഫഷണൽ ടീച്ചിങ്, അതെന്താണ്, ഒരു ട്രെയിനിങ് മാത്രമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റെപ്സ് ഇൻ മൈക്രോ ടീച്ചിങ്. മൈക്രോ ടീച്ചിങ് നമുക്ക് തോന്നിയ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതിൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഡിഫൈനിങ് ദി സ്കിൽ ടു ഡെവലപ്ഡ്, അല്ലേ? ഒരുപാട് സ്കില്ലുണ്ട്. അതിൽ നമ്മൾ കുറച്ച് സ്കില്ലുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ഒരു ടീച്ചർക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു 4-5 സ്കില്ല് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ആ സ്കില്ലിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഇൻട്രൊഡക്ഷൻ സ്കിൽ. നമ്മൾ എടുക്കുന്ന സ്കിൽ ഏതാണ്? ഇൻട്രൊഡക്ഷൻ സ്കിൽ, അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി സ്കിൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ സ്കില്ലാണ് നമ്മൾ എന്ത് സ്കില്ലാണോ വേണ്ടത് അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുതിയൊരു ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്കില്ലാണ്. അതൊരു സ്കില്ലാന്ന് തന്നെ നമ്മൾ അറിയുന്നത് ബി എഡ് പഠിക്കുന്ന ടൈമിലാണ്, അല്ലേ? പുതിയൊരു കാര്യത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു സ്കില്ലാണ്. ഓക്കെ, അപ്പോൾ ആ സ്കില്ല് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദി സ്കിൽ ബൈ ദി ടീച്ചർ എഡ്യൂക്കേറ്റർ. ടീച്ചർ എഡ്യൂക്കേറ്റർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനീസ് എന്ത് ചെയ്യുന്നു, ആ സ്കില്ലിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡെമോൺസ്ട്രേഷൻ നടത്തുന്ന ഒരു പക്ഷേ വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെ? വീട്ടിലെ നമ്മളൊക്കെ ആദ്യം ടീച്ച് ചെയ്തിട്ടുള്ളത്, ആദ്യമായി ക്ലാസ് എടുത്തിട്ടുള്ളത് നമ്മളൊക്കെ വീട്ടിലെ കണ്ണാടിക്ക് മുമ്പിൽ നിന്നായിരിക്കും, അല്ലേ? ആരും ഇല്ലാത്ത സമയത്ത് വാതിലൊക്കെ അടച്ചിട്ട് റൂമിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും നമ്മൾ നമ്മുടെ ക്ലാസ് എടുക്കുന്നത്, അല്ലേ? ആ ഡെമോൺസ്ട്രേഷന് ശേഷം നമ്മൾ തേർഡ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്, പ്രിപ്പറേഷൻ ഓഫ് ലെസൺ പ്ലാൻ. നമുക്ക് നമ്മുടെ മുമ്പിൽ 5 മിനിറ്റ് സമയമേ ഉള്ളൂ, നമ്മുടെ മുമ്പിൽ ഏകദേശം കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ട് ആ ഒരു യൂണിറ്റിനെ, നമ്മളെടുക്കാൻ പോകുന്ന ടോപ്പിക്കിനെ നമ്മളത് പ്ലാൻ ചെയ്യുന്നു. അതാണ് ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്.
ദെൻ നമ്മൾ ടീച്ചിങ് ഓഫ് ദി ലെസൺ അല്ലേ, ആ ലെസൺ നമ്മൾ ടീച്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ക്ലാസ്സിൽ ആ 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് നമ്മൾ എഴുതിയിട്ടുള്ള ആ ലെസൺ പ്ലാനിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യാണ്, കണ്ടക്ട് ചെയ്യുകയാണ്. ദെൻ ക്ലാസ്സിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ടു ദി ടീച്ചർ ട്രെയിനി ബൈ ദി ഒബ്സർവർ അല്ലേ. നമ്മുടെ ക്ലാസ് കണ്ട ടീച്ചർ കൃത്യമായിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് തരും. നന്നായിട്ടുണ്ടെങ്കിൽ ടീച്ചർ നന്നായിട്ടെന്ന് പറയും, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ടീച്ചർ മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറെക്കുറെ ഒരു അബൌട്ട് 75% ഒക്കെ ഓക്കെ ആണെങ്കിൽ ടീച്ചർ അതെന്ത് ചെയ്യും, സീലടിച്ച് വിടും, ഓക്കെ ആണെന്ന് പറഞ്ഞു വിടും. അല്ലെങ്കിലുള്ള അടുത്ത പരിപാടിയാണ് നമ്മളെന്ത് ചെയ്യും, അത് റീടീച്ച് ചെയ്യും. റെഡി. അപ്പം ഫീഡ്ബാക്കിൽ കാര്യമായ പ്രശ്നം നമുക്കുണ്ട് അല്ലേ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ സ്കില്ലാണ് നമ്മൾ എടുത്തത്. പക്ഷേ എടുത്തു വന്നപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്കില്ല് പോയിട്ട് അതിൻ്റെ 7 അയലത്ത് വന്നിട്ടില്ലെങ്കിൽ ടീച്ചർ ഇത് വീണ്ടും റീടീച്ച് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എങ്ങനെ റീടീച്ച് ചെയ്യുക? അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാരണം ഇൻട്രൊഡക്ഷൻ സ്കില്ല് അങ്ങനെ എടുത്തപ്പോൾ ഒരു ഫോൾട്ട് വരാനുള്ള കാരണം നമ്മുടെ പ്ലാനിങ്ങിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ റീപ്ലാൻ ചെയ്യുന്നു, പിന്നെ റീടീച്ച് ചെയ്യുന്നു, റീഫീഡ്ബാക്ക് ചെയ്യുന്നു. അപ്പം ഇതെന്താണ്, ഒരു സൈക്ലിക് പ്രോസസ്സാണ്. റെഡി. അപ്പം റിപ്പീറ്റേഷൻ ഓഫ് പ്ലാൻ, ടീച്ച്, ഫീഡ്ബാക്ക്, റീപ്ലാനിങ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇതെന്താണ്, ഒരു സൈക്ലിക് പ്രോസസ്സാണ്. ഇതെങ്ങനെ സൈക്ലിക് പ്രോസസ്സ് ആവുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെസൺ പ്ലാൻ ഉണ്ടാക്കുന്നു, പിന്നെ ടീച്ച് ചെയ്യുന്നു, ഫീഡ്ബാക്ക് കിട്ടുന്നു. ഫീഡ്ബാക്ക് മോശമാണെങ്കിൽ വീണ്ടും റീപ്ലാൻ ചെയ്യുന്നു, വീണ്ടും റീടീച്ച് ചെയ്യുന്നു, ദെൻ റീഫീഡ്ബാക്ക് കിട്ടുന്നു. അപ്പോൾ എപ്പോഴാണോ നമ്മൾ നമ്മുടെ ആ ഒരു സ്കിൽ അറ്റൈൻ ചെയ്തെന്ന് തോന്നുന്നു അതുവരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ ടീച്ചിങ്, മൈക്രോ ടീച്ചിങ് അങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ മൈക്രോ ടീച്ചിങ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു, അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സും ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു, അതിലെ സ്റ്റെപ്സ് പറഞ്ഞു, അതൊരു സൈക്ലിക് പ്രോസസ്സാണെന്നും പറഞ്ഞു. ഇനി പറയാനുള്ളത് പ്രധാനപ്പെട്ട ടീച്ചിങ് സ്കില്ലുകൾ ഏതൊക്കെയാണെന്നാണ്. ഒരുപാട് സ്കില്ലുകളുണ്ട് കേട്ടോ, ഒരുപാട് സ്കില്ലുകളുണ്ട്. നമ്മളതിൽ 4-5 സ്കില്ലുകൾ മാത്രമേ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലെ ഒന്നാമത്തെ സ്കില്ലാണ് സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ അല്ലേ. ഒരു ലെസനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അതൊരു സ്കില്ലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കില്ലാണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ, സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. തേർഡ് വൺ സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ് ആണ്, സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ്. ഫോർത്ത് വൺ സ്കിൽ ഓഫ് ഇലുസ്ട്രേറ്റിംഗ് വിത്ത് എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ സ്കിൽ ഓഫ് യൂസിങ് ബ്ലാക്ക് ബോർഡ്സ്. നെക്സ്റ്റ് വൺ സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് വൺ സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ്. ദെൻ സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ടീച്ചിങ് സ്കില്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മാത്രമാണോ ടീച്ചിങ് സ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇതിലെ പ്രധാനപ്പെട്ട ടീച്ചിങ് സ്കില്ലുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഓരോ സ്കില്ലുകളും, നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട ഓരോ സ്കില്ലുകളും നമ്മൾ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യും. അപ്പം ഇതിലെ ഒന്നാമത്തെ ആളെയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ആരാണ്? സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. ഞാൻ ആദ്യമായിട്ട് ചോദിക്കട്ടെ, ഒരു ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു സ്കില്ലാണോ? എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? ഒരു ലെസൺ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണോ? ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആണ്. കാരണം എന്താ, നമ്മളൊരു പുതിയ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന സമയത്തെ, ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, ഒന്നും പഠിക്കാത്ത കുട്ടിയാണെങ്കിലും 10ലെ ആദ്യത്തെ ഒരു ദിവസം ഉണ്ടാവുമല്ലോ, ആ ആദ്യത്തെ ദിവസം പുതിയ ബുക്ക് കൊണ്ടുവന്ന് ആ ബുക്കൊക്കെ ഒന്ന് പൊതിഞ്ഞ്, ടെക്സ്റ്റ് ബുക്ക് പുതിയത് വാങ്ങിച്ച്, എല്ലാം പുതിയതാണ്. എന്നിട്ട് ഏത് പഠിക്കാത്ത കുട്ടിയാണെങ്കിലും അന്ന് വിചാരിക്കുന്നത് എന്തായാലും, ഞാൻ ഈ വർഷം മുതൽ, ഈ ദിവസം മുതൽ നന്നായിട്ട് പഠിക്കും, ഞാൻ ഇന്ന് മുതൽ വീട്ടിൽ പോയിട്ട് പഠിക്കും, ഞാൻ നന്നായിട്ട് മാർക്ക് വാങ്ങും എന്നുള്ളതാണ്. ഇനി അതും വിട്ട് നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കാണുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണ് അല്ലേ. നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുക ഈ എക്സാം എന്നാണോ വിളിക്കുന്നത് അന്ന് മുതൽ ഞാനിത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കും. ഓക്കെ, എന്ന പോലെ തന്നെയാണ്. പിന്നെ അത് നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വലിയൊരു നഗ്നമായ സത്യമാണ്, അതവിടെ നിൽക്കട്ടെ. എന്ന പോലെ തന്നെയാണ് സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൻ്റെ പ്രാധാന്യം. കാരണം ഓരോ പാഠം തുടങ്ങുമ്പോഴും, ഓരോ ചാപ്റ്റർ തുടങ്ങുമ്പോഴും ആ കുട്ടി വിചാരിക്കുന്നത് ഇന്ന് മുതൽ ഞാൻ എന്ത് ചെയ്യണം, ഞാനത് പഠിച്ചു തുടങ്ങും, ഈ ചാപ്റ്റർ മുതൽ ഞാൻ പഠിക്കും. ഓക്കെ, അത് പഠിക്കണമെങ്കിൽ എന്താവണം, ആ ചാപ്റ്ററിന് വളരെ ഭംഗിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആർക്ക് പറ്റണം? ടീച്ചർക്ക് പറ്റണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ടീച്ചർ ഫെയിൽഡാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസണിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. അതിൽ പെട്ട ഒരു കോമ്പണൻ്റാണ് യൂസിങ്
പ്രീവിയസ് നോളജ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മളൊരു പുതിയ പോർഷൻ എടുക്കുമ്പോൾ ആ പഴയതുമായിട്ട് കണക്ട് ചെയ്യാൻ ടീച്ചർക്ക് പറ്റേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാണ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് മട്ടത്രികോണത്തിനെ കുറിച്ചാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ കുറിച്ചാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ മട്ടത്രികോണം എന്നാണ്. അപ്പോൾ ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് തുടങ്ങേണ്ടത്? നേരെ മട്ടത്രികോണത്തിലേക്ക് പോവാണ്. മട്ടത്രികോണം എന്ന് പറയുന്നത് 90 ഡിഗ്രിയുള്ള ത്രികോണങ്ങളെ വിളിക്കുന്ന പേരാണ് മട്ടത്രികോണം. അവിടെ പൈതഗോറസ് തിയറം ഉണ്ട്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. കേട്ടപാടെ കുട്ടിയുടെ ബോധം പോകുന്ന ഉറപ്പാണ്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മട്ടത്രികോണത്തിനെ കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോവുക? നമ്മൾ ത്രികോണങ്ങളെക്കുറിച്ച് ആദ്യം പഠിപ്പിക്കും, അല്ലേ? ആദ്യം നമ്മൾ പഠിച്ച ത്രികോണങ്ങളുണ്ടല്ലോ, ത്രികോണം എന്താന്ന് പറയും. അതിൽ തന്നെ നമ്മൾ ത്രികോണത്തിൻ്റെ സവിശേഷത പറയും, അല്ലേ? 3 വശങ്ങളുണ്ട്, 3 കോണുകളുണ്ട്, 3ഉം കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് എന്നെല്ലാം പറയും. അങ്ങനെ പറഞ്ഞതിന് ശേഷം മെല്ലെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലോട്ട് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. അതാണ് യൂസിങ് പ്രീവിയസ് നോളജ് എന്ന് പറയുന്നത്. ദെൻ യൂസിങ് അപ്രോപ്രിയേറ്റ് ടെക്നിക്സ്. നമുക്ക് എല്ലാ ചാപ്റ്ററിലും അങ്ങനെ പ്രീവിയസ് പഠിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കൊണ്ടുവരാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10ാം ക്ലാസ്സിലാണ് കുട്ടി പ്രോബബിലിറ്റി, സാധ്യതകളുടെ ഗണിതം പഠിക്കുന്നത്, അല്ലേ? ആ സാധ്യതകളുടെ ഗണിതം പറയാൻ വേണ്ടിയിട്ട് കുട്ടി മുൻപ് എന്ത് ചെയ്തിട്ടില്ല? സാധ്യതകളുടെ ഗണിതം പഠിച്ചിട്ടില്ല. അവിടെ നമുക്ക് പല ടെക്നിക്സ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ വെച്ചിട്ടൊരു കോയിൻ ടോസ് ചെയ്യുന്നു, അല്ലേ? ജസ്റ്റ് 2 ആളെ വിളിച്ച് ടോസ് ചെയ്യുന്നു, ഹെഡാണോ ടെയിലാണോ കിട്ടും നമ്മൾ പറയുന്നു. അപ്പം ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വല്ല ഡെമോൺസ്ട്രേഷൻ ചെയ്യും. ചിലപ്പോൾ നമ്മൾ റോൾ പ്ലേ ചെയ്യും. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു അപ്രോപ്രിയേറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യൂസിങ് അപ്രോപ്രിയേറ്റ് ലേണിംഗ് എയ്ഡ്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിക്കുകയാണ്, ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിക്കുകയാണ്. അവിടെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പ്രിസം എന്ന് കുട്ടിയോട് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ബോർഡിൽ നമ്മൾ പ്രിസം വരച്ച് കാണിച്ചാൽ അല്ലെങ്കിലേ നമുക്ക് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫെയിലാണ്. പിന്നെ നമ്മളെ പ്രിസം കൂടെ കണ്ടാൽ കുട്ടി മനസ്സിലാക്കി വെക്കുക വേറെ എന്തോ സാധനം എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ലേണിംഗ് എയ്ഡ് ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഇൻ്റഗ്രേറ്റ് ഓൾഡ് നോളജ് വിത്ത് ന്യൂ, അല്ലേ? നമ്മളെ കരിക്കുലം തന്നെ ഇൻ്റഗ്രേറ്റ് കരിക്കുലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പുതിയ കാര്യം പറയുമ്പോഴും പഴയതുമായിട്ട് ബന്ധപ്പെടുത്താൻ നമുക്ക് പറ്റേണ്ടതുണ്ട്, അല്ലേ? എന്ത് പറയുകയാണെങ്കിലും അങ്ങനെ പഴയ നോളജുമായിട്ട് എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ബ്രിങ്ങിങ് ഔട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ന്യൂ ലെസൺ, അല്ലേ? നമ്മളിപ്പോൾ പ്രോബബിലിറ്റി പഠിപ്പിക്കുകയാണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റണം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രോബബിലിറ്റി പഠിപ്പിക്കുന്നത്? പ്രോബബിലിറ്റി എന്തിനാണ് പഠിപ്പിക്കണമെന്ന് വെച്ചാൽ നമുക്ക് മറുപടി ഉണ്ടോ? ട്രിഗ്നോമെട്രി എന്തിനാണ് പഠിപ്പിക്കണമെന്ന് വെച്ചാൽ നമുക്ക് മറുപടി ഉണ്ടോ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു മാറും. ട്രിഗ്നോമെട്രി എന്തിനാണ് പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ പറയും ഒരു ആൾ ടവറിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്, എന്നിട്ടൊരു കടലിലോട്ട് നോക്കുകയാണ്, അപ്പോൾ ആ ഷിപ്പ് നിൽക്കുന്ന ദൂരം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയും. നമ്മൾ തടി വല്ല കഴിച്ചിലാക്കും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള അതിൻ്റെ കൃത്യമായ സിഗ്നിഫിക്കൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് നമുക്കറിയാം, ട്രിഗ്നോമെട്രി ഒന്നും ഇല്ലെങ്കിൽ ഫിസിക്സ് ഇല്ല, അല്ലേ? മാത്തമാറ്റിക്സ് ഈസ് ദി കൺസിഡറിങ് ലാംഗ്വേജ് ഓഫ് ഫിസിക്സ് എന്നാണ്. അപ്പം അത് നമുക്കറിയാം, പക്ഷേ കുട്ടിയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ മെയിൻറ്റെയിനിങ് കണ്ടിന്യൂറ്റി ആൻഡ് ലോജിക്കൽ ലിങ്ക്സ്. നമ്മൾ പലപ്പോഴും ടീച്ചേഴ്സിന് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ മെയിൻറ്റെയിനിങ് കണ്ടിന്യൂറ്റി ആൻഡ് ലോജിക്കൽ ലിങ്ക്സ് എന്ന് പറയുന്നത്. ഒരു ഫ്ലോയിൽ നമ്മുടെ ക്ലാസ് കൊണ്ടുപോകാൻ പറ്റേണ്ടതുണ്ട്, ഒരു ഹയറാർക്കിയിൽ നമ്മുടെ ക്ലാസ് കൊണ്ടുപോകാൻ പറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിപ്പിക്കുന്ന അരിതമെറ്റിക് പ്രോഗ്രഷനാണ്, സമാന്തര ശ്രേണി പഠിപ്പിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് സമാന്തര ശ്രേണിക്കാണ്, അല്ലേ? പൊതുവ്യത്യാസമുള്ള സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അരിതമെറ്റിക് സീക്വൻസ് നമ്മൾ ആദ്യം പഠിപ്പിക്കുക. പക്ഷേ ആദ്യം എങ്ങനെയത് തുടങ്ങേണ്ടത്? നമ്മൾ വെറുതെ കുറച്ച് നമ്പേഴ്സ് എഴുതുന്നു, എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അടുത്ത നമ്പർ പറയാൻ പറ്റുമോ? പറ്റണമെന്നില്ല കുട്ടിക്ക്, കാരണം അതിൽ വല്ല ലോജിക്ക് ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ മെല്ലെ ഘട്ടം ഘട്ടമായിട്ട് ആദ്യം സീക്വൻസിനെ പറയുന്നു, അല്ലേ? ദെൻ അരിതമെറ്റിക് സീക്വൻസിനെ പറയുന്നു. അങ്ങനെ ഒരു ലോജിക്കൽ അറേഞ്ച്മെൻറ്റിൽ കൊണ്ടുപോകണം എന്നുള്ളത് ആ ഒരു സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസണിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻ്റാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് അറൗസിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദി സ്റ്റുഡൻറ്റ് ഇൻട്രസ്റ്റ് ആണ്, അല്ലേ? സ്റ്റുഡൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അപ്പോൾ സ്കിൽ ഓഫ് പുതിയ ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ബാക്കിയുള്ളത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കുട്ടിയെ ഇൻവോൾവ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം? ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്
സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ ആണ്. ഓക്കെ, അതിലെ കോമ്പണൻസുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ ബാക്കി സ്കില്ലുകൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരുപാട് ടീച്ചിങ് സ്കില്ലുകളുണ്ട്. അതിൽ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.